നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, അങ്ങനെ ഡിഗ്രി ലെവലിലെ പ്രിലിമിനറിയുടെ സ്റ്റേജ് 1 സ്റ്റേജ് 2 രണ്ട് ഘട്ടങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഈ രണ്ട് ഘട്ടങ്ങളും അനലൈസ് ചെയ്യുമ്പോൾ മക്കളെ രണ്ട് നീതി വിദ്യാർത്ഥികളോട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം സ്റ്റേജ് 1 സമയം തികയാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് നല്ല കട്ടുകട്ടി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റേറ്റ്മെൻറ്റുകൾ, നല്ല ലെങ്തി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഇട്ടു. അതേസമയം നമ്മുടെ സ്റ്റേജ് 2 വരുമ്പോഴും അവിടെ എന്താ സംഭവിച്ചേ, അവിടെ കുറേ അധികം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇനിയും ഇവിടെയും മാത്സ് കുറച്ച് ഡിഫിക്കൽട്ടായി. ഫസ്റ്റ് പേപ്പറിലും മാത്സ് ഡിഫിക്കൽട്ടായിരുന്നു. എന്നാലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ സ്റ്റേജ് 2 ഭയങ്കര എളുപ്പമായിരുന്നു എന്നൊന്നുമല്ല പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റേജ് 2 എന്തായിരുന്നു, കുറേ ഭേദമായിരുന്നു. അപ്പോൾ ഇവിടെ രണ്ട് നിലവാരത്തിലാണ് ഈ ക്വസ്റ്റ്യനുകൾ വരിക. അപ്പോൾ ഇത് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം PSC കുട്ടികളോട് ചെയ്യുന്നത് ഒരു ശരിയായ നടപടിയല്ല. ഇനിയും സംഭവിക്കാൻ പോകുന്ന എന്താ, നോർമലൈസേഷൻ. അവിടെ എന്തൊക്കെ നടക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റില്ല. ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ അവിടെ 5 ഡിലീഷൻ ഉണ്ടായിരുന്നു. ഇനി സെക്കൻഡ് സ്റ്റേജിൽ എത്ര ഡിലീഷൻ ഉണ്ടാകുമെന്ന് അറിയില്ല. അതിനിടയ്ക്ക് മക്കളെ 40% പേര് പരീക്ഷ എഴുതിയിട്ടില്ല എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടിയുണ്ട്. അതായത് ഡിഗ്രി ലെവലിൻ്റെ അപ്ലൈ ചെയ്തിട്ടുള്ള ഏകദേശം 4 ലക്ഷത്തിൽ 5 ലക്ഷത്തോട് അടുത്ത ആളുകൾ അപ്ലൈ ചെയ്തിരുന്നു. എന്നാൽ കൺഫർമേഷൻ കൊടുത്തപ്പോൾ ഏതാണ്ട് 4 ലക്ഷത്തിനടുത്ത ആളുകൾ, അതായത് 1 ലക്ഷത്തോളം ആളുകൾ കൺഫർമേഷൻ കൊടുത്തില്ല. 4 ലക്ഷത്തിനടുത്ത് 3,90,000 ആ റേഞ്ചിലാണ് കൺഫർമേഷൻ കൊടുത്തത്. എന്നാൽ അതിൻ്റെ എക്സാം എഴുതിയത് 61.2 ഫേസുകളാണ്. ഒരു ഫേസിൽ 61, മറ്റൊരു ഫേസിൽ 62. അത്രയും ശതമാനം ആളുകൾ എഴുതിയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഏകദേശം 40% പേര് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളിലേക്കുള്ള ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ എഴുതിയിട്ടില്ല. അപ്പം ഇവിടെ എന്താണ് ഇനിയുള്ള സാധ്യത? പരീക്ഷ എഴുതിയവരെ സംബന്ധിച്ച് എന്താണ് സാധ്യത? ഏത് രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ കാണേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് PSC നമുക്ക് നൽകിയിട്ടുള്ള പരീക്ഷ എഴുതിയവരുടെ എണ്ണം വെച്ചിട്ടുള്ള കണക്ക്. ബിരുദതല പൊതുപരീക്ഷ, പ്രാഥമിക പരീക്ഷ, ഇതിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ പറയുന്നുണ്ട് 2025 മെയ് മാസം 24-ാം തീയതി, അതായത് ആദ്യഘട്ട പരീക്ഷ നടത്തിയപ്പോൾ ആദ്യഘട്ട പരീക്ഷയിൽ അഡ്മിറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ 61% പറയുന്നുണ്ട്. ഇത് രണ്ടാം ഘട്ടം, അതായത് 28/6/2025 നടത്തിയ രണ്ടാം ഘട്ടത്തിൽ 62.32% പരീക്ഷ എഴുതിയിട്ടുള്ളത്. അതായത് ആദ്യഘട്ടത്തിൽ 61%, രണ്ടാം ഘട്ടത്തിൽ 62.32%. ഇവിടെ ഒന്നാം ഘട്ടത്തിലാണ് കൂടുതൽ ആളുകൾ പരീക്ഷ എഴുതിയത്. ഒന്നാം ഘട്ടത്തിൽ കൂടുതൽ ആളുകൾ പരീക്ഷ എഴുതി. അവിടെ 61% അറ്റൻഡൻസ് ഉള്ളൂ. ബാക്കി 39% എഴുതിയിട്ടില്ല, പരീക്ഷ എഴുതിയിട്ടില്ല. രണ്ടാം ഘട്ടത്തിൽ ആളുകളുടെ എണ്ണം കുറവായിരുന്നു. എന്നാൽ ഒന്നാം ഘട്ടത്തിൽ എഴുതാൻ സാധിക്കാതെ പോയവർക്കും സിവിൽ സർവീസ് എക്സാം ഒക്കെ ഒന്നാം ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ടത്തിൽ ആളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ 62.32% ആളുകൾ, ഒന്നാം ഘട്ടത്തിലെ കുറച്ച് ആളുകൾ കൂടി ഒരു പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ടാവും, രണ്ടാം ഘട്ടത്തിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. സീരിയസ് ആയിട്ട് പഠിക്കുന്ന സിവിൽ സർവീസ് ഒക്കെ ഉള്ള ആളുകൾ എഴുതിയിട്ടുണ്ടാവും. ഇവിടെ ഒരു കാര്യം വളരെ പ്രത്യേകതയോടെ നിങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ. 24/5/2025 പരീക്ഷ എഴുതിയതിനു ശേഷം, അതായത് 24/5/2025 ഒന്നാം ഘട്ടം പൂർത്തിയായതിനു ശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് 28/6/2025 വരുമ്പോഴത്തേക്കും 1 മാസത്തിലധികം ഗ്യാപ്പുണ്ട്. ശരിയല്ലേ? 1 മാസം, അതായത് 24-ഉം 28-ഉമാണ് എന്ന് പറഞ്ഞാൽ 1 മാസവും 4 ദിവസവും അധികമായിട്ട് പഠിക്കാൻ, അതായത് സെക്കൻഡ് സ്റ്റേജിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ആദ്യഘട്ടത്തോട് തത്തുല്യമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോഴും ഞാൻ പറയുകയാണ്. സെക്കൻഡ് സ്റ്റേജ് പൂർണ്ണമായിട്ടും എളുപ്പമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ മാത്സിലെ 2 ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. അവിടെയൊക്കെ ഇരുന്ന് കുറേ സമയം പോയ കുട്ടികൾ ഉണ്ടാവാം. ഞാൻ പറയുന്നത് പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ഒരു കുട്ടി, ചിലപ്പോൾ ഈ കാണുന്നൊരു കുട്ടി താഴെ കമൻറ്റ് ചെയ്തേക്കാം സെക്കൻഡ് സ്റ്റേജ് എളുപ്പമാണെന്നല്ലോ പാടാണെന്നാണല്ലോ മനസ്സിലാകുന്നത് എന്നൊക്കെ തോന്നാം. പക്ഷേ ഇവിടെ പറയുന്നത് ഒന്നാം ഘട്ടത്തെ താരതമ്യം ചെയ്യുമ്പോഴത്തെ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ 1 മാസവും 4 ദിവസവും ഒക്കെ എക്സ്ട്രാ കിട്ടിയതിന് ശേഷം ആ കുട്ടികൾക്ക് കുറച്ചുകൂടി താരതമ്യമായിട്ടുള്ള എളുപ്പമുള്ള പേപ്പർ കിട്ടുമ്പോൾ അവിടെ മാർക്ക് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ശരിയല്ലേ? അവിടെ ആളുകൾക്ക് കൂടുതൽ മാർക്ക് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഈ ഒരു അറ്റൻഡൻസ് വെച്ച് എത്ര പേര് ഈ പരീക്ഷ എഴുതിയെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്താൽ, എത്ര പേര് പരീക്ഷ എഴുതിയിട്ടുണ്ടെന്ന് നോക്കിയേടാ. നമ്മുടെ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ്, ആ പോസ്റ്റിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ ആകെ കൺഫർമേഷൻ കൊടുത്തത് 3,94,615 പേരാണ്. 3,94,615 പേരാണ്. ഇനി നമ്മൾ സബ് ഇൻസ്പെക്ടറിലേക്ക് വരുമ്പോൾ അവിടെ കൺഫർമേഷൻ കൊടുത്തത് 1,57,440 പേരാണ്. എത്രയാ? 1,57,440. ഇവിടെ ഓരോ വർഷം കഴിയും തോറും ആളുകൾ അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം കുറവാണ് അല്ലേ, കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ വർഷം 2 ലക്ഷത്തോളം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം 1,57,440 ഉള്ളൂ.
ഇനിയും അത് ഓപ്പൺ കാറ്റഗറിയാണ്. മിനിസ്റ്റീരിയൽ അല്ലെങ്കിൽ ഇത് മിനിസ്റ്റീരിയൽ സ്റ്റാഫിലേക്ക് പോയാൽ, പോലീസിലുള്ള മിനിസ്റ്റീരിയൽ സ്റ്റാഫിലേക്ക് പോയാൽ 373 പേരാണ് കൺഫർമേഷൻ കൊടുത്തിരുന്നത്. ഇനിയും നമ്മുടെ ഗ്രാജുവേറ്റിലേക്ക് പോയി കഴിഞ്ഞാലോ അവിടെ 3274 പേരാണ് ഗ്രാജുവേറ്റിൽ എന്നാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. ആംഡ് ആണെങ്കിൽ 86,438 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. 86,438 പേർ. ഇനിയും അവിടെ ഗ്രാജുവേറ്റ് ലെവലിലുള്ള, അതായത് CPOമാരായിട്ടുള്ളവരാണെങ്കിൽ 3,395 കൺഫർമേഷൻ കൊടുത്തത്. ഓക്കെ, അപ്പം നമ്മൾ പ്രധാനമായിട്ട് നോക്കിയാൽ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റ് 3,94,615, അതായത് 4 ലക്ഷത്തിനടുത്തുണ്ട്, മനസ്സിലാക്കണം. പിന്നെ അതിനുശേഷം നേരെ നമ്മൾ സബ് ഇൻസ്പെക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ കാറ്റഗറി 1,57,440, ആംഡിലാണെങ്കിൽ 86,438. ഇനി ഇതാണ് ഒരു ആവറേജ് അറ്റൻഡൻസ് എന്ന് പറയുക. അതായത് 2 ഘട്ടത്തിലെയും അറ്റൻഡൻസ്. ആദ്യ ഘട്ടത്തിൽ 61, രണ്ടാം ഘട്ടത്തിൽ 62 പ്ലസുമാണ് എന്ത് വന്നിട്ടുള്ളത്, 62 പോയിന്റ് സംതിങ്ങുമാണ് എന്ത് വന്നിട്ടുള്ളത്, അറ്റൻഡൻസ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ആവറേജ് നോക്കിയാൽ 61.66% അറ്റൻഡൻസ് ആവറേജ് എന്ന് മനസ്സിലാവും. ഓക്കെ, 61.66%. അത് വെച്ച് നോക്കിയാൽ സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക 2,43,319 പേരാണ്. 2 ഘട്ടങ്ങളിലായിട്ട്, 2 ഘട്ടത്തെയും കൂടെ മെർജ് ചെയ്തിട്ടാണ് പറയുക. ആകെയുള്ള 3,97,000-ൽ 2,43,319 പേരാണ് ഈ പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി സബ് ഇൻസ്പെക്ടർ ഓപ്പൺ കാറ്റഗറിയിലേക്ക് വരുമ്പോഴോ 97,077 പേര് പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. ദെൻ ആംഡ് SI ആണ് എങ്കിൽ 53,297 പരീക്ഷ എഴുതി. 86,000 ഉണ്ട്, 53,297 പേരാണ് ആംഡ് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ 40% ആളുകൾ എന്ത് ചെയ്തിട്ടില്ല, പരീക്ഷയ്ക്ക് പോയിട്ടില്ല. അത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വെച്ച് ഒന്ന് അനലൈസ് ചെയ്താൽ അറ്റൻഡ് ചെയ്യാത്തവർ 1,51,296 പേരാണ്. ഓക്കെ, 1,51,296 പേര് ഈ പരീക്ഷ എഴുതിയിട്ടില്ല. ഏത്? സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷ എഴുതിയിട്ടില്ല. ഓക്കെ അല്ലേ? 2,40,000. അപ്പോൾ അത്രയും കുറവ്, സാധാരണ പരീക്ഷകൾക്ക് ഇത്രയും വലിയൊരു കുറവ് കാണാൻ സാധ്യതയില്ലാത്തതാണ്. ഇവിടെ ഇത്രയും പേര് പരീക്ഷ എഴുതിയിട്ടില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, 2 രീതിയിലുള്ള പരീക്ഷ പേപ്പറുകളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്റ്റേജ് 1ലും സ്റ്റേജ് 2ലും 2 നിലവാരമാണ് പേപ്പറിനുള്ളത്. ഒന്നാമത്തെ ഘട്ടത്തിൽ 5 ഡിലീഷൻ ഉണ്ടായിരുന്നു. അപ്പം കുറേ ആളുകളുടെ ഏകദേശം ഒരു 3 തൊട്ട് 4 മാർക്ക് വരെ മിക്കവാറും കുട്ടികളുടെ മാർക്ക് ഫസ്റ്റ് സ്റ്റേജിൽ പോയിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. അതിൽ കൂടുതൽ പോയവരും കാണും. പക്ഷേ ഒരു 3 തൊട്ട് 4 വരെ നോർമലി ആളുകൾക്ക് എല്ലാവർക്കും പോയിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ എത്ര ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഉത്തരമില്ലാത്ത മാത്സിലെ 2 ചോദ്യങ്ങൾ എന്തായാലും ഡിലീറ്റ് ആവാൻ സാധ്യതയുണ്ട്. GKയിലെ ഒരു 2 ചോദ്യങ്ങളും പ്രതീക്ഷിച്ചാൽ അവിടെയും ഏകദേശം ഒരു 4 ഡിലീഷൻ കുറഞ്ഞത് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സാധ്യതയാണ് പറയുന്നത്. 4 ഡിലീഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി അതിലും കൂടാനായിട്ട് പോവാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രണ്ടാമത്തെ ഒരു കാര്യം, ആളുകളുടെ എണ്ണം, അതായത് ഒരു 40% ആളുകൾ പരീക്ഷ എഴുതിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ആ കാര്യവും നമ്മുടെ കട്ട് ഓഫിനെ സ്വാധീനിക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം നോർമലൈസേഷനാണ്. അതായത് ഇവർ ഈ 2 നിലവാരമുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ നോർമലൈസേഷൻ ഇവരെങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ സംഭവിക്കേണ്ടത് 1ാം സ്റ്റേജുകാർ കുറച്ചുകൂടി ഫേവർ അവർക്ക് ഉണ്ടാവേണ്ടതാണ്. അതായത് ഒരു 8 മുതൽ അല്ലെങ്കിൽ 5 മുതൽ ഒരു 8 മാർക്ക് വരെ അവർക്ക് ഫേവറായിട്ട് വരേണ്ടതാണ്. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 40+ ഉള്ള ആളുകൾക്ക് ഈ ലിസ്റ്റിൽ ഉൾപ്പെടേണ്ടതാണ്. അവരങ്ങനെയാണ് നോർമലൈസ് ചെയ്യേണ്ടതെങ്കിൽ 40+ ഉള്ളവർ, 43+ ഉള്ളവർ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ഒരു സംശയവും വേണ്ട. 43+ ഉള്ള ആളുകൾ, ഫസ്റ്റ് സ്റ്റേജിലുള്ള ആളുകൾ പഠിച്ചു തുടങ്ങുക. 40+ ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, അവരും പഠിച്ചു തുടങ്ങുക. പേപ്പർ 1 ഒക്കെ ഉണ്ട്. ഇൻ കേസ് അവർ കിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ടുള്ള എക്സാമുകൾ എഴുതാനായിട്ട് പറ്റും. അതാണ് അവിടുത്തെ ഒരു സാധ്യത നമുക്ക് പറയാനായിട്ട് കഴിയുക. ഇനി സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് 45+ ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങാം, നിർബന്ധമായിട്ട് പഠിച്ചു തുടങ്ങാം. പക്ഷേ ആ പേപ്പർ നമുക്ക് ഏകദേശം 55 മാർക്ക് ഒരാവറേജ് സ്റ്റുഡൻറ്റിന് വാങ്ങാൻ കഴിയുന്ന പേപ്പറാണ്. അവിടെയും ഒരു എക്സ്ക്ലമേഷൻ ഞാൻ പറയുകയാണ്. ഇപ്പോൾ കുട്ടികൾ വന്ന് താഴെ കമൻറ്റ് ചെയ്യും, പരീക്ഷ ആയിരുന്നില്ല, പാടായിരുന്നു. ശരിയാണ്, നിങ്ങൾ പരീക്ഷ ഹോളിൽ ഇരിക്കുമ്പോൾ പാടായിരിക്കും. പക്ഷേ ഒരു പൊതുവിലുള്ള ധാരണയാണ് ഇവിടെ പറയുന്നത്. 55 ആവറേജ് വാങ്ങേണ്ട പേപ്പറാണ്. 60+ ഒക്കെ വാങ്ങിച്ചാലും അതിലൊരു തെറ്റും പറയാനായിട്ട് കഴിയില്ല. കുറഞ്ഞത് ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് 50+ എന്തായാലും വാങ്ങേണ്ട പേപ്പറാണ്. ഈ ഒരു കണക്ക് എവിടെ നമുക്ക് പറയാൻ കഴിയില്ല, പേപ്പർ 1ൽ പറയാൻ കഴിയില്ല. ഓക്കെ, പേപ്പർ 1ൽ പറയാൻ കഴിയില്ല. അവിടെ സമയം ഒരു വലിയ ഫാക്ടറായിരുന്നു. അതായത് എന്തായാലും ഇവിടെ ചില കുട്ടികൾക്ക് സമയനഷ്ടം ഉണ്ടായി കാണത്തുള്ളൂ, പക്ഷേ മറ്റേടത്ത് കുട്ടികൾ കൂടുതൽ പേർക്കും സമയനഷ്ടമുണ്ടായി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാർക്ക് റേഞ്ചിലുള്ളവർ ഇനിയും എന്ത് ചെയ്യണം മക്കളെ, നിങ്ങൾ
പഠിച്ചു തുടങ്ങാം. അതായത് പേപ്പർ 1 ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻ്റ് ആണെങ്കിൽ പേപ്പർ 1 പേപ്പർ 2 2 പേപ്പറുകളുണ്ട്. അതിൽ പേപ്പർ 1 എന്ന് പറയുന്നിടത്ത് തന്നെ നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 വിഷയങ്ങൾ കയറി വരും. നമ്മൾ പഠിച്ചിട്ടില്ല, ഇനി എന്ത് ചെയ്യണം, നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അതേപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലാണ്, 41 മാർക്ക് കയറി വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെയും നിങ്ങളൊരു അഡ്വാൻറ്റേജ് കാണിക്കണം. ദെൻ പേപ്പർ 2ലേക്ക് വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഴികെയുള്ള ബാക്കി എല്ലാ പേപ്പറുകളും നമുക്ക് പുതുമയുള്ളതാണ്, ശരിയല്ലേ? എൻവയോൺമെൻറ്റിലെ കുറച്ച് കാര്യങ്ങളെ നമുക്കറിയുള്ളൂ, ഈ ഗവേണൻസിലെ കുറച്ച് കാര്യങ്ങളെ അറിയുള്ളൂ. അതേസമയം പബ്ലിക് അഡ്മിനിസ്ട്രേഷനും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റും കേരള എക്കോണമിയും ഒക്കെ നിങ്ങൾക്ക് പുതിയ വിഷയമാണ്. അപ്പോൾ നിങ്ങളുടെ ആധികാരികമായി പഠിച്ചു വരണം. ഇനിയും നിങ്ങൾ ഇതിൻ്റെ ഫൈനൽ കീ വരട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ലിസ്റ്റ് വരട്ടെ, ഷോർട്ട് ലിസ്റ്റ് വരട്ടെ, എന്നിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മുടെ കയ്യിൽ നിന്നു എന്ന് വരില്ല. സബ് ഇൻസ്പെക്ടർ ആണെങ്കിലും നിങ്ങൾ പഠിക്കേണ്ടത് BNS, അതേപോലെ തന്നെ BNSS, ദെൻ BSA പോലെയുള്ള സ്പെഷ്യൽ ടോപ്പിക്കിലെ പുതിയ വിഷയങ്ങളാണ്, BSA പോലെയുള്ള പുതിയ കാര്യങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ഇനിയും നിങ്ങൾക്ക് സമയം കളയാനായിട്ടില്ല, എത്രയും വേഗം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. സൂപ്പർ നോട്ട്സ് ഈ പറയുന്ന മെയിൻസിന് വേണ്ടി, സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെയും സബ് ഇൻസ്പെക്ടറിൻ്റെയും മെയിൻസിന് വേണ്ടി ഒരു ഗ്രേറ്റ് ഡിഗ്രി മെയിൻ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രേറ്റ് ഡിഗ്രി മെയിൻ സെയിൽ നിങ്ങൾക്ക് ഇപ്പോൾ അക്വയർ ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഇപ്പം സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെയും SIയുടെയും ഒക്കെ പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടും മെയിൻസിന് വേണ്ടിയിട്ടും നിങ്ങൾ ഓൾറെഡി പലയിടത്തും പല കുട്ടികളും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ബാച്ചിൽ 2399 രൂപയാണ് ഫീസ് ഇട്ടത്. അതായത് 2399 രൂപയുടെ ബാച്ചാണ് സബ് ഇൻസ്പെക്ടറിൻ്റെയും SIയുടെയും സെപ്പറേറ്റ് ബാച്ചാണ്. സബ് ഇൻസ്പെക്ടറിൻ്റെ ഒരു ബാച്ചുണ്ട്, SIക്ക് വേറൊരു ബാച്ചുണ്ട്. അപ്പം 2399 രൂപയ്ക്കാണ് നമ്മൾ ഈ ബാച്ച് എന്ത് ചെയ്തത്, ഫിക്സ് ചെയ്തത്. അപ്പോൾ ഇത്രയും രൂപയുടെ ബാച്ച് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പലയിടത്തും പഠിച്ച പലയിടത്തും ഉള്ള കുട്ടികൾക്ക് ഈ സൂപ്പർ നോട്ട്സിലേക്ക് വരണമെന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു എമൗണ്ട് അക്വയർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഫേവർ ചെയ്യണം, നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ മികച്ച മെറ്റീരിയൽസ് കിട്ടണം, അടിപൊളി ക്ലാസ്സുകൾ കിട്ടണം, നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റൻ്റെയും SIയുടെയും മെയിൻസ് പിടിച്ചെടുക്കണം എന്നുള്ള ധാരണ കൊണ്ട് തന്നെ ഈ രണ്ടിൻ്റെയും ബാച്ചുകൾ, അതായത് സെക്രട്ടറി അസിസ്റ്റൻ്റെയും SIയുടെയും ബാച്ചുകൾ നിലവിൽ 999 രൂപയ്ക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, 999 രൂപ മാത്രമേ സെക്രട്ടറി അസിസ്റ്റൻ്റെയും സബ് ഇൻസ്പെക്ടറിൻ്റെയും മെയിൻസ് ബാച്ചുകൾക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് നമ്മുടെ ഗ്രേറ്റ് ഡിഗ്രി മെയിൻ സെയിലിൻ്റെ ഭാഗമായിട്ടാണ് കിട്ടുക. 999 രൂപ. ഇനി നിങ്ങൾക്ക് ആലോചിച്ച് നിൽക്കാനുള്ള സമയമില്ല, എത്രയും വേഗം നിങ്ങൾ സ്വന്തമാക്കുക, എത്രയും വേഗം ഈ ഒരു നമ്പറിലേക്ക് വിളിക്കുക. ഏതാണ്? 8281223366. ഏത് നമ്പറാണ്? 8281223366. ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. കൃത്യമായിട്ട് അവർ നിങ്ങൾക്ക് അസിസ്റ്റൻസ് തരും. ഒരിക്കൽ കൂടെ നമ്പർ ഇവിടെ വലുതായിട്ട് എഴുതിയേക്കാം, 8281223366. ഓക്കെ, ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി, അവർ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരും. ഇനി താഴെ ഒരു ഗൂഗിൾ ഫോം കൂടി ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഈ 999 രൂപയ്ക്ക് ഈ ഒരു അവസരം നിങ്ങൾ മിസ് ചെയ്യേണ്ട, എത്രയും വേഗം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഞാൻ പറഞ്ഞ പ്രൈസ് നമ്മുടെ മാർക്ക് റേഞ്ചിലുള്ള ആളുകൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, എല്ലാവിധ സപ്പോർട്ടിനും സൂപ്പർ നോട്ട്സ് കൂടെ കാണും. നന്നായിട്ട് പഠിക്കുക, സമാധാനമായിട്ടിരിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു സോ മച്ച്.